ഹായ്, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടക്കാലിനെയാണ്. അതായത് നമ്മളുടെ സ്ഫടികം സിനിമയിൽ തിലകനെ മോഹൻലാൽ നോക്കുന്നത് ഇതിലൂടെയാണ്, ഈ ഒരു ഓട്ടയിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നടുവിലൊരു ഹോളുണ്ട്. ഈ നടുവിലുള്ള ഈ ഹോള് കൊടുത്തിട്ടുള്ളത് അന്തരായിട്ടുള്ള ആൾക്കാർക്ക് കോയിൻ തിരിച്ചറിയാനും നിർമ്മാണ ചെലവ് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഹോള് കൊടുത്തിട്ടുള്ളത്. ഇത് 3 സ്ഥലങ്ങളിലായിട്ടാണ് അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 1943 തൊട്ട് 47 വരെ ഈ ഒരു പൈസ എന്ന് പറയുന്ന ഈ ഒരു കോയിൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ മുംബൈയിൽ, പിന്നെ കൽക്കട്ട, അതേപോലെ തന്നെ പാകിസ്ഥാനിൽ ലാഹോർ, ഈ 3 സ്ഥലങ്ങളിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. 1943 കോയിനുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീഴൊരു ഡോട്ടാണുള്ളതെങ്കിൽ, അത് 43 അല്ല 47 വരെയുള്ള കോയിനുകളിൽ ആ കീഴൊരു ഡോട്ടാണുള്ളതെങ്കിൽ അത് മുംബൈ എഡിക്ഷനാണ്. പിന്നെയുള്ളത് കൽക്കട്ടയാണ്. കൽക്കട്ടയിലാണെങ്കിൽ കീഴെ സിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പാകിസ്ഥാനിലാണെങ്കിൽ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് എവിടെയാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ബ്രൗൺസിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1.94 ഗ്രാമോളമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 1.94 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് മുമ്പ് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കോയിനാണ് ഓട്ടക്കാലന എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.